മകളെ, മകൾ എന്താ ഈ ആലോചിക്കുന്നേ? പുനിതവതി എന്ന പേരായ കാരക്കൽ അമ്മയാരെ കുറിച്ചാണ് അച്ഛാ. ആ അമ്മയ്ക്ക് ശിവഭഗവാനെ ദർശിക്കാനും കൈലാസത്തിൽ പ്രവേശിക്കാനും സാധിച്ചിരിക്കുമോ? എന്തർത്ഥമില്ലാത്ത സംശയമോ കുട്ടിയെ നിന്റേത്. വഴിയിൽ തളർന്നു വീണ കാരക്കൽ അമ്മയാരെ ശിവഭഗവാൻ തന്നെയല്ലേ കൈപിടിച്ചുയർത്തിയതും കൈലാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതും? ആ നിലയ്ക്ക് ശിവദർശനവും കൈലാസപ്രാപ്തിയും ഒരുമിച്ച് കൈവന്നില്ലേ അമ്മയാർക്ക്? എന്താ മോൾക്ക് ഇനിയും സംശയമുണ്ടോ? ഉണ്ട്. ശിവഭഗവാൻ യഥാർത്ഥത്തിൽ കുടികൊള്ളുന്നത് കൈലാസത്തിൽ തന്നെ ആണോ? എങ്കിൽ എവിടെയാണ് ഈ കൈലാസം? മഹാദേവന്റെ വാസസ്ഥാനം കൈലാസമാണ്. പക്ഷേ ഈ പ്രപഞ്ചം മുഴുവനും മഹാദേവന്റെ സാന്നിധ്യവും ചൈതന്യവും നിറഞ്ഞു നിൽക്കുന്നു മകളെ. പ്രകൃതിയാണ് ശിവൻ, ഓങ്കാരനാഥൻ കൂടിയാണ് ശിവനെന്ന് മനസ്സിലാക്കുക. കൈലാസം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നല്ലേ മകളുടെ സംശയം? കൈലാസം അങ്ങ് വളരെ ദൂരെ അന്തരീക്ഷത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മലോകം, വരുണലോകം, അഗ്നിലോകം തുടങ്ങിയവയും വ്യോമോമണ്ഡലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മനസ്സിലായോ? ഒരുവിധം മനസ്സിലായി വരുന്നുണ്ട് അച്ഛാ. ശിവൻ സർവവ്യാപിയാണെന്ന് ബോധ്യപ്പെടാൻ അച്ഛൻ ഒരു ചെറിയ കഥ പറഞ്ഞു തരാം. മഹാജ്ഞാനിയും മഹാതപസ്വിയുമായ ഒരു മഹർഷി ഉണ്ടായിരുന്നു. ആത്മജ്ഞാനവും വിദ്യയും സമ്പാദിക്കാനായി 2 യുവാക്കൾ മഹർഷിയെ സമീപിക്കുന്നു. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. എന്തു വേണം? ഞങ്ങൾ അങ്ങയുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ വന്നവരാണ്. ഞങ്ങളെ ശിഷ്യന്മാരായി സ്വീകരിക്കുമാറാകണം. ഞാൻ രമണൻ. ഞാൻ ശമനൻ. രമണനും ശമനനും ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായമൊക്കെ അറിയുമല്ലോ ഇരുവർക്കും. അതെല്ലാം മനസ്സിലാക്കിയിട്ടാണോ വന്നിരിക്കുന്നത്? സമ്പ്രദായങ്ങളെക്കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമില്ല ഗുരു. ഗുരുമുഖത്ത് നിന്ന് കേൾക്കുന്നത് എന്തും അനുസരിക്കുവാനുള്ള തയ്യാറെടുപ്പുമായാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നന്നായി. ആദ്യം വേണ്ടത് ഗുരുവിനെ നന്നായി പരിചരിക്കാനുള്ള മനസ്സാണ്. പിന്നെ ആശ്രമത്തിൽ പശുക്കളെ വളർത്തുന്നുണ്ട്. ഗുരുവിനേക്കാൾ കൂടുതൽ ശുഷ്കാന്തിയോടെ അവയെ സേവിക്കണം. ഗോക്കളെ മേയ്ക്കണം, കുളിപ്പിക്കണം, തൊഴുത്ത് വൃത്തിയാക്കണം. പുലർച്ചയ്ക്ക് തന്നെ അവയെ കറന്ന ശേഷം തൊഴുത്തിൽ നിന്ന് അഴിച്ചു മാറ്റണം. ഇത്യാദി പ്രവൃത്തികളൊക്കെ പരമപ്രധാനം. എന്താ? അപ്രകാരമൊക്കെ ചെയ്തുകൊള്ളാം. ഗോരക്ഷണം കഴിഞ്ഞ് പകർന്നു കിട്ടുന്ന വിദ്യ അത് വളരെ ശ്രേഷ്ഠമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. വളരെ നന്നായി. ത്യേന തത്യേന പുഞ്ചിത എന്നാണ്. ത്യാഗം കൊണ്ട് ത്യജിച്ച് ഭുജിക്കുക. വിദ്യാഭ്യസനത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ത്യാഗം കൊണ്ടുള്ള വിദ്യാസമ്പാദനം. ശ്രീകൃഷ്ണ ഭഗവാന്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അറിയോ നിങ്ങൾക്ക്? ശ്രീകൃഷ്ണ ഭഗവാന്റെ വിദ്യാഭ്യാസം സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിലായിരുന്നു. കൃഷ്ണന്റെ സതീർത്ഥനായിരുന്നു സുദാമാവ്. പിന്നെ കുചേലൻ എന്നറിയപ്പെട്ട സാധു ബ്രാഹ്മണൻ. ഗുരുവിന്റെയും പത്നിയുടെയും ആജ്ഞപ്രകാരം കൃഷ്ണനും സുദാമാവും കൂടി വനത്തിൽ വിറക് ശേഖരിക്കാൻ പോയതും ഘോരമായ വൃഷ്ടിയുണ്ടായതും നന്നേ ക്ലേശിച്ചതുമൊക്കെയായ ചരിത്രങ്ങൾ ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ ശ്രേഷ്ഠതയെയും മാഹാത്മ്യത്തെയും വിളിച്ചോതുന്നവയുമാണ്. പ്രപഞ്ചേശ്വരനായ ശ്രീകൃഷ്ണ ഭഗവാൻ പോലും ത്യാഗത്തിലൂടെയാണ് വിദ്യ നേടിയത്. എന്താ? ത്യജിക്കുവാനും സഹിക്കുവാനുമുള്ള ക്ഷമയും പക്വതയുമൊക്കെ
ഉണ്ടാകുമോ നിങ്ങൾക്ക്? ഉണ്ടാകും. എന്ത് ത്യാഗവും ഞങ്ങൾ അനുഭവിച്ചുകൊള്ളാം. ത്യാഗത്തിലൂടെ നേടുന്ന വിദ്യ അതിനേക്കാൾ വലിയ ധനമില്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ ത്യാഗ മനസ്ഥിതി അങ്ങേക്ക് ആദ്യ ഗുരുദക്ഷിണയായി സമർപ്പിച്ചുകൊള്ളുന്നു. നിങ്ങളെ ശിഷ്യന്മാരായി നാം സ്വീകരിച്ചിരിക്കുന്നു. വിജയം ഭവിക്കട്ടെ. ഗുരു ഏൽപ്പിച്ച എല്ലാ പ്രവൃത്തികളും ശിഷ്യന്മാർ കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നു. പശുക്കളെ മേയ്ക്കുക, കുളിപ്പിക്കുക, പാല് കറക്കുക, പുല്ലരിയുക, തൊഴുത്ത് വൃത്തിയാക്കുക, അങ്ങനെയുള്ള എല്ലാ പണികളും ഗുരുവിന്റെ പരിചരണങ്ങളും അവർ ബഹുതൃപ്തിയോടെ ചെയ്തു പോന്നു. ദിവസങ്ങളേറെ കടന്നുപോയി. എന്നിട്ടും ഗുരു ശിഷ്യന്മാർക്ക് വിദ്യയൊന്നും ഉപദേശിച്ചു കൊടുത്തില്ലേ അച്ഛാ? ന്യായമായ ചോദ്യം. ദിവസങ്ങളേറെ കടന്നുപോയിട്ടും ശിഷ്യന്മാർക്ക് ഒരു അക്ഷരം പോലും ഉപദേശിച്ചു കൊടുക്കാൻ ഗുരു തയ്യാറാകുന്നില്ല. ഗുരു വിദ്യ ഉപദേശിക്കുന്ന നാളുകളും പ്രതീക്ഷിച്ച് ശിഷ്യന്മാർ അവരുടെ അധ്വാനം തുടർന്നുകൊണ്ടേയിരുന്നു. തൊഴുത്തിലെ അശ്രാന്ത പരിശ്രമം കഴിഞ്ഞിട്ടാ നമ്മൾ ഈ വിറവ് വെട്ടിയെടുക്കാൻ വന്നിരിക്കുന്നത്. അല്ല സുഹൃത്തെ, നമ്മൾ ഈ ഗുരുസമക്ഷത്തിൽ വന്നിട്ട് ദിവസം കുറെ ആയില്ലേ? ഏൽപ്പിക്കുന്ന പണികൾ കൃത്യമായി ചെയ്തിട്ടും ഗുരു ഇതുവരെ യാതൊന്നും നമ്മെ പഠിപ്പിച്ചിട്ടില്ല, ഉപദേശിച്ചിട്ടില്ല. ഗുരു നമ്മെ അവഗണിക്കുകയാണോ ശമന? അങ്ങനെ ഒരു ആശങ്ക എനിക്കുമുണ്ട് സുഹൃത്തെ. ഉത്തമ ഗുരുനാഥന്മാരൊക്കെ ആദ്യഘട്ടങ്ങളിൽ ശിഷ്യന്മാരോട് യാതൊരു ദയവും ദാക്ഷിണ്യവും കാണിക്കാറില്ല. തന്നെ ഗുരുനാഥനാണെന്ന് ശിഷ്യൻ അംഗീകരിച്ചെന്ന് ബോധ്യപ്പെട്ടാൽ ശിഷ്യന്റെ പെരുവിരൽ വരെ ഗുരുദക്ഷിണയായി ആവശ്യപ്പെട്ട ഗുരുനാഥന്മാരെ പറ്റിയും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും നമ്മളെ വിദ്യ അഭ്യസിച്ച് തുടങ്ങണമെന്ന് ഇന്ന് ഗുരുനാഥനോട് ആവശ്യപ്പെടാം. ഗുരുനാഥന്റെ പ്രതികരണം അറിയാലോ. എന്നാൽ അങ്ങനെ ആവട്ടെ. വേഗം ഇതെല്ലാം ആശ്രമത്തിലെത്തിക്കാം. ഗുരു, എന്ത് വേണം? മടിക്കണ്ട, പറഞ്ഞോളൂ. ഞങ്ങൾ ഈ ആശ്രമത്തിൽ വന്നിട്ട് ഏറെ കാലമായി. അങ്ങ് പറഞ്ഞേൽപ്പിച്ച പണികളെല്ലാം ആത്മാർത്ഥമായി ചെയ്തു വരികയാണ്. എന്നിട്ടും അങ്ങൊരക്ഷരം പോലും ഞങ്ങളെ ഉപദേശിച്ചിട്ടില്ല. ഞങ്ങളുടെ പ്രവൃത്തികളിൽ എന്തെങ്കിലും അതൃപ്തി ഉണ്ടെങ്കിൽ അങ്ങ് തുറന്നു പറയണം. ഞങ്ങളിൽ എന്തെങ്കിലും അവിശ്വാസം തോന്നുന്നുവെങ്കിൽ അതും അറിയിച്ചാൽ നന്നായിരുന്നു. ശിഷ്യന്മാരെ, ശുദ്ധജലം ആവോളം പകർന്നൊഴിക്കുന്ന പാത്രം സുഷിരമുള്ളതാവരുത്. ആയാൽ പകരും തോറും ജലം പാഴായിക്കൊണ്ടിരിക്കും. അഞ്ചു തുടം പശുവിൻ പാൽ പകർന്നെടുക്കാൻ 2 തുടം കൊള്ളുന്ന പാത്രം മതിയാകാതെ വരും. ചുരുക്കത്തിൽ പാത്രമറിഞ്ഞു വേണം വിളമ്പുന്നതും സ്വീകരിക്കുന്നതുമൊക്കെ എന്ന് സാരം. ഇതിൽ നിന്നും നിങ്ങൾ എന്ത് മനസ്സിലാക്കി? ഞങ്ങൾ ശുദ്ധജലം പകരുന്ന പാത്രവും പാൽ കറന്നെടുക്കുന്ന പാത്രവും ശരിക്കും വൃത്തിയും വെടിപ്പും ഉള്ളവയല്ല എന്നാണ് അങ്ങ് ഉദ്ദേശിച്ചത്. ശമനനും
അങ്ങനെ തന്നെയാണോ മനസ്സിലാക്കിയത്? അല്ല, അങ്ങ് പാത്രങ്ങൾ എന്നുദ്ദേശിച്ചത് ഞങ്ങൾ 2 ശിഷ്യന്മാരെ തന്നെയാണ്. അങ്ങ് പകർന്നു നൽകുന്ന വിലപ്പെട്ട വിദ്യകൾ ഉൾക്കൊള്ളാൻ ഞങ്ങൾ പ്രാപ്തരാണോ എന്ന് അങ്ങ് പരീക്ഷിക്കുകയായിരുന്നു ഇത്രയും കാലം. അതെ, അതുതന്നെയാണ് നാം ഉദ്ദേശിച്ചതും ചെയ്തുകൊണ്ടിരിക്കുന്നതും. എന്തായാലും ഇനി വൈകിക്കുന്നില്ല, വിദ്യാഭ്യാസം തുടങ്ങാം. ഞാനിതാ വരുന്നു. ഇതിൽ ഓരോ ശിവലിംഗവും നിങ്ങൾ 2 പേർക്കുമായി നാം നൽകിക്കൊള്ളുന്നു. ശിവലിംഗവുമായി പല വഴിക്കായി നിങ്ങൾ യാത്ര തുടങ്ങുക. മറ്റാരും കാണാതെ ഗോപ്യമായ സ്ഥലങ്ങളിൽ ശിവലിംഗം വെച്ച ശേഷം നിങ്ങൾ മടങ്ങി വരിക. ഗുരു, ഈ ശിവലിംഗങ്ങൾ എന്തിനാണ് ഒളിപ്പിക്കുന്നത്? അതിന് പിന്നിൽ ഗുരുനാഥന് സാരവത്തായി എന്തെങ്കിലും ലക്ഷ്യമുണ്ടാവും. അത് നമ്മൾ മുൻകൂട്ടി ചോദിക്കാൻ പാടില്ല. ഗുരു പറയുന്നത് അനുസരിക്കുക മാത്രമാണ് നമ്മുടെ കർത്തവ്യം. രമണന്റെ ചോദ്യം ന്യായമാണ്. രമണ, ഹിരൺമയേന പാത്രേന സത്യസ്യാപി ഗുഹം മുഖം എന്നാണ്. സത്യത്തിന്റെ മുഖം ഒരു സ്വർണ്ണപാത്രത്താൽ മൂടപ്പെട്ടിരിക്കുന്നു. ഈ ശിവലിംഗങ്ങൾ ഓരോ സത്യങ്ങളാണെന്നറിയുക. അവയെ ആവരണം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ? കഴിയുമെങ്കിൽ എന്തുകൊണ്ട്, എങ്ങനെ ആവരണം ചെയ്യുന്നു എന്നാണ് നമുക്കറിയേണ്ടത്. പോയി വരൂ.
മോഷ്ടാവ് ഇവിടെ എവിടെയോ ആണ് നവരത്നങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്നത്. നമുക്കത് കണ്ടുപിടിക്കണം. ഇവിടെ അരിച്ചു പെറുക്കലും താവളടിക്കലും ഒക്കെയാണ്. ശിവലിംഗം ഇവിടെ ഒളിപ്പിക്കുന്നത് സുരക്ഷിതമല്ല. നാം എല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. എന്തായാലും ശിവലിംഗം ഇവിടെ ഒളിപ്പിക്കുന്നത് ശരിയല്ല. ഇവിടം ഭദ്രമാണ്. ശിവലിംഗം ആരുടെയും ദൃഷ്ടിയിൽപ്പെടാൻ പോകുന്നില്ല. ഗുരു എന്നെ ഏൽപ്പിച്ച ദൗത്യം വിജയിച്ചു. ആരാ നിങ്ങൾ? എന്തിനാ ഈ കാട്ടിൽ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത്? ഞാൻ അന്യദേശത്തേക്ക് പോകുന്ന വഴിയാ. നിങ്ങളാരാ? ഞങ്ങൾ ഈ കാട്ടിൽ വിറക് ശേഖരിക്കാൻ വന്ന ആൾക്കാരാ. എന്തായാലും ഇരുട്ടുന്നതിന് മുമ്പ് കാട് വിടാൻ നോക്ക്. എന്തായാലും ഇവിടം ശിവലിംഗം ഒളിപ്പിക്കാൻ പറ്റിയ സ്ഥലമല്ല. ഇവിടെ ആൾ സഞ്ചാരമുള്ള വഴിയാണ്. മറ്റൊരു സ്ഥലം കണ്ടെത്തണം. ശിവലിംഗം ഒളിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഇടം ഇവിടം തന്നെയാണ്. നാം എല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. ഹേയ്,
നിങ്ങൾ ആരാണ്? നിങ്ങൾ എവിടെയാണ്? ഞാൻ പോകുന്ന വഴിക്കെല്ലാം എന്നെ അനുഗമിക്കുന്ന ഈ അജ്ഞാത വ്യക്തി ആരാണ്? അയാൾ ശരീര ശബ്ദവുമായി വെട്ടപ്പെടാത്തത് എന്തുകൊണ്ടാണ്? അപൂർവ മാസ്മരിക ശക്തിയുള്ള ഒരു ശിവലിംഗമാണോ ഗുരു എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്? എന്റെ സുഹൃത്തായ രമണന്റെ ഗതിയും ഇതുതന്നെ ആവുമോ? ഒരു രൂപവും കിട്ടുന്നില്ലല്ലോ ജഗദീശ്വര. ഗുരു, ഗുരു, അങ്ങ് തന്ന ശിവലിംഗം ഞാനൊരു ഗുഹയിൽ ഒളിപ്പിച്ചു കഴിഞ്ഞു. ഗുരുവായ അങ്ങേൽപ്പിച്ച ദൗത്യം വിജയകരമായി ഞാൻ നിർവഹിച്ചു കഴിഞ്ഞു. നന്നായി. മറ്റാരും കാണില്ല എന്നുറപ്പുള്ള സ്ഥലത്താണല്ലോ ഒളിപ്പിച്ചിരിക്കുന്നത്. അതേ ഗുരു, ഒരു ഈച്ച പോലും കാണില്ല എന്ന് ഉറപ്പാണ്. നന്നായി. ശമനൻ ഇനിയും മടങ്ങി വന്നിട്ടില്ല. വിഗ്രഹം ഒളിപ്പിക്കാൻ ഗോപ്യമായൊരിടം കാണാതെ ശമനൻ ഇപ്പോഴും അലഞ്ഞു തിരിയുന്നുണ്ടാവും. ഇപ്പോൾ അങ്ങേക്ക് മനസ്സിലായില്ലേ, ഗുരുനാഥൻ ഏൽപ്പിക്കുന്ന ദൗത്യം പെട്ടെന്ന് ചെയ്തു തീർക്കുന്നത് ഈ രമണനാണെന്ന്? ഇനി എനിക്ക് ജ്ഞാനം ഉപദേശിച്ചു തന്നൂടെ ഗുരു? വരട്ടെ, ശമനനും കൂടി എത്തുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കൂ. ഗുരുനാഥന്റെ അഭീഷ്ടം പോലെ.